ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 228 എങ്കിൽ ഒപ്പിടുവിക്കാമല്ലോ. ഭാഗം 228 എങ്കിൽ ഒപ്പിടുവിക്കാമല്ലോ ഇവിടെ ആരംഭിക്കുന്നു. ആയുർവേദ ചികിത്സാരംഗത്ത് വളരെ പ്രശസ്തനായിരുന്നു പാണാവള്ളി കൃഷ്ണൻ വൈദ്യൻ. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വൈദ്യശാലയിൽ വടക്കൻ പറവൂരിൽ നിന്നും ഒരു സ്ത്രീ രാവിലെ വന്നു ചേർന്നു. മധ്യവയസ്കയായിരുന്ന അവരുടെ രോഗം ബാധോപദ്രവമായിരുന്നു. മരുന്നുകൾ കൊണ്ടൊന്നും തൻ്റെ രോഗം മാറുകയില്ലെന്നും അതുകൊണ്ട് ഗുരുദേവനോട് ഈ രോഗം മാറിക്കിട്ടുവാൻ വൈദ്യൻ തന്നെ അപേക്ഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതുകേട്ട് കൃഷ്ണൻ വൈദ്യൻ ഒട്ടം നമ്പരുന്നു. എന്തെങ്കിലും മറുത്തു പറഞ്ഞാൽ അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറിയെങ്കിലോ എന്ന് ശങ്കിച്ചു വൈദ്യൻ യാതൊന്നും മറുപടിയായി പറഞ്ഞില്ല. വൈകുന്നേരം വരെ അവർ വൈദ്യശാലയിൽ തന്നെ ഒരു വാശിയോടെ ഇരിക്കുകയായിരുന്നു. ഒടുവിൽ കൃഷ്ണൻ വൈദ്യൻ ആ സ്ത്രീയെയും കൂട്ടി തൻ്റെ വൈദ്യശാലയ്ക്കടുത്തായി ഗുരുദേവൻ അന്ന് വിശ്രമിച്ചിരുന്ന മന്ദിരത്തിലെത്തി. അവരെ പുറത്തു നിർത്തിയ ശേഷം വൈദ്യൻ അകത്തു കടന്ന് ഗുരുദേവനെ കണ്ടു. ഗുരുദേവൻ: അപേക്ഷയുമായിട്ടാണല്ലോ വൈദ്യൻ്റെ വരവ്. വൈദ്യൻ: അതെ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു നിർത്തിയിരുന്ന ആ സ്ത്രീയുടെ രോഗകാര്യം ഗുരുദേവനോട് പറഞ്ഞു. അതിനുശേഷം വൈദ്യൻ പുറത്തു വന്ന് ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വീണ്ടും ഗുരുദേവൻ്റെ അടുത്തെത്തി. അതുവരെ ശാന്തപ്രകൃതിയിൽ നിൽക്കുകയായിരുന്ന അവരുടെ മട്ടു പെട്ടെന്ന് മാറുകയും അവർ അവിടെ നിന്ന് തുള്ളാൻ തുടങ്ങുകയും ചെയ്തു. അല്പം നേരം ഗുരുദേവൻ അവരുടെ തുള്ളൽ നോക്കിയിരുന്നു. പിന്നീട് ഒരു തുണ്ടുകടലാസും പെൻസിലും എടുത്തുകൊണ്ട് വരുവാൻ ഒരു അന്തേവാസിയോട് കൽപ്പിച്ചു. അയാൾ കടലാസും പെൻസിലും കൊണ്ടുവന്നു വൈദ്യനെ ഏൽപ്പിച്ചു. ഗുരുദേവൻ: പറയുന്നത് പോലെ ഈ കടലാസിൽ എഴുതണം. വൈദ്യൻ: എഴുതിക്കൊള്ളാം. ഗുരുദേവൻ: ഈ ശരീരത്തിൽ ഞാൻ മേലാൽ ഉപദ്രവിക്കയില്ല എന്നെഴുതണം. വൈദ്യൻ ആ കടലാസിൽ ഗുരുദേവൻ പറഞ്ഞത് നല്ല വടിവിൽ എഴുതി വെച്ചു. ഗുരുദേവൻ: എഴുതിയല്ലോ. വൈദ്യൻ: എഴുതി. ഗുരുദേവൻ: എങ്കിൽ ഒപ്പിടുവിക്കാമല്ലോ. അപ്പോൾ തന്നെ വൈദ്യൻ ആ കടലാസിൽ ഒപ്പിടുവാനായി ഗുരുദേവൻ ആജ്ഞാപിച്ച കാര്യം ആ സ്ത്രീയെ അറിയിച്ചു. പെട്ടെന്ന് അവർ തുള്ളൽ നിർത്തി വൈദ്യൻ എഴുതി വെച്ച ഗുരുവാക്യത്തിന് ചുവടെയായി ഒപ്പുവെച്ചു. അടുത്ത നിമിഷം അവർ നിലത്ത് വീണു. ഗുരുദേവൻ കൽപ്പിച്ചതനുസരിച്ച് വൈദ്യൻ അല്പം വെള്ളമെടുത്ത് അവരുടെ മുഖത്ത് തളിച്ചു. അവർ ഒരു സാധാരണ സ്ത്രീയെപ്പോലെ എഴുന്നേറ്റു ഗുരുദേവനെ നമസ്കരിച്ചു. പിന്നീട് ആ സ്ത്രീക്ക് ബാധോപദ്രവം ഉണ്ടായിട്ടേയില്ല. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 228 എങ്കിൽ ഒപ്പിടുവിക്കാമല്ലോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.